എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇത്രയും നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മലയാളത്തിൽ ഒരു ലെക്ചർ ചെയ്യണമെന്ന്. ബൈ നേറ്റീവ് ഞാൻ കേരളമായിട്ട് ആണെങ്കിലും ജനിച്ച് വളർന്ന എല്ലാം ചെന്നൈയിലാണ്. അതുമാത്രമല്ല, ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ മാരേജ് കുറച്ച് മലയാളമൊക്കെ സംസാരിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഓരോരോ സ്ഥാപനവും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്? ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്? സംഭവം സിമ്പിൾ. P&L പിന്നെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ എവിടെ നിന്നാണ് നിങ്ങളുടെ ബിസിനസ് ക്യാഷ് ജനറേറ്റ് ചെയ്തതെന്നും എവിടൊക്കെയാണ് അത് യൂട്ടിലൈസ് ചെയ്തതെന്നും അറിയാൻ പറ്റില്ല. കാരണം അത് അക്രൂവൽ കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. പല ഓണേഴ്സ് ചോദിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് പ്രോഫിറ്റ്സ് റിപ്പോർട്ട് ചെയ്തല്ലോ, എന്തുകൊണ്ട് കയ്യിൽ ക്യാഷ് ഇല്ല? പ്രോഫിറ്റ്സ് എവിടെ പോയി? പക്ഷേ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ചില സമയം ലോസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടാവും. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിലിരുന്ന് ജനറേറ്റ് ചെയ്യുന്ന പിന്നെ കൺസ്യൂം ചെയ്യുന്ന ക്യാഷ് എല്ലാം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്ലാസിഫൈ ചെയ്യും. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ്, അതിൻ്റെ പർച്ചേസ്, സെയിൽസ്, ഇവയെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ക്ലാസിഫൈ ചെയ്യും. അടുത്തത് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല സോഴ്സസിലിരുന്ന് ക്യാഷ് മൊബിലൈസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ ക്ലാസിഫൈ ചെയ്യും. അതുമാത്രമല്ല, ഫണ്ട് സോഴ്സ് ചെയ്തപ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ഒക്കെ, അതും ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എവിടുന്നാ ബിസിനസ് ക്യാഷ് ജനറേറ്റ് ആയിട്ടുണ്ടെന്നും എവിടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. നോക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി +10 crore, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി -8 crore, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി -3 crore. ഇവിടെ ഇവർ 10 കോടി ക്യാഷ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ കാരണമെന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ 10 കോടിയിൽ 3 കോടി അവർ ഫൈനാൻസിങ് ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്തു. ഇറ്റ് മീൻസ് ഏതോ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻസിങ് കോസ്റ്റ് ഒക്കെ കവർ ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്തു പോയി. അപ്പോൾ അവരുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് 10 - 3 7 crore. പക്ഷേ അവർ ഏറ്റെടുത്ത ഇൻവെസ്റ്റ്മെൻറ്റോ 8 കോടി. അപ്പോൾ ഈ 1 കോടി എവിടെ നിന്ന് വന്നെന്ന് ഒരു ചോദ്യം വരും. മേ ബി അവർ ഓവർ ഡ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് റീപേബിൾ ഓൺ ഡിമാൻഡാണ്. അത് തിരിച്ച് അടയ്ക്കണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണം. പക്ഷേ അത് പോയതോ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിക്കാണ്. അത് ഉടനെ തിരിച്ച് എത്തുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇവർ ഇത്രയും ക്യാഷ് ജനറേറ്റ് ചെയ്തിട്ടും കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇതുപോലെ ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പൾസും നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.